ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ളൊരു ആദരവിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2002 ഗുജറാത്ത് കലാപം എന്ന് നമ്മൾ അറിയപ്പെട്ടിരുന്ന ആ ഒരു കലാപത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി നിന്നാണ്. ആ ബാക്ക് സ്റ്റോറി നമ്മളുടെ മാധ്യമങ്ങൾ നമ്മളോട് ഇതേവരെ പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ, കേരള രാഷ്ട്രീയക്കാർ നമ്മളോട് അത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്ക് സ്റ്റോറി വളരെ ലളിതമാണ്. ഒരു 60 ഹൈന്ദവ സഹോദരങ്ങളെ ഒരു ട്രെയിനിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഡോറ് ലോക്ക് ചെയ്തിട്ട് തീ വെച്ച് കൊന്നു 60ഓളം ആൾക്കാരെ. അത് വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ട് അവർ പ്രതികളായിട്ടുള്ള കേസാണ് ഞാൻ പറഞ്ഞത്, ഇല്ലാത്ത കഥയല്ല. അത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയില്ല. ജന്മമുണ്ടെങ്കിൽ അവർക്കൊരു നാണം പോലെയാണ് ഈ കാര്യം പറയാൻ. കാരണം അവർ യഥാർത്ഥ വാർത്ത വായിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയേണ്ടത് 60 ആൾക്കാരെ കൊന്നതിന് ബദലായിട്ടാണ് 2500 പ്രത്യേക സമുദായത്തിലുള്ളൊരു ആൾക്കാരെ കൊന്നത്. പക്ഷെ അവർ നമ്മളോട് ഇത് പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ പാവം ഗർഭിണിയുടെ വയറ് കുത്തിപ്പൊളിച്ച് അവർക്ക് വേണമെങ്കിൽ അതേ വികാരം ആ ഡ്രാമ മുഴുവനും ഡ്രാമക്കാരാണ് നമ്മുടെ ഇവരുടെ ജോലി. ഡ്രാമയല്ല, വാർത്ത വായിക്കലാണ് നിൻ്റെ ജോലി വാർത്ത വായിക്കലാണ്. അവർക്ക് വേണമെങ്കിൽ ഈ ഡ്രാമ തിരിച്ചിടാം ഇങ്ങനെ പാവം 60 ഹൈന്ദവ സഹോദരങ്ങളെ ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റ് അടച്ചിട്ട് തീ കൊളുത്തി ചുട്ട് കൊന്നില്ലേ എന്ന് ചോദിക്കാം. അവർ നമ്മളോട് അങ്ങനെ ആ ഡ്രാമ അത്ര മൂവ്മെന്റ് ഇട്ടിട്ട് നമ്മളോട് അത് ചോദിക്കില്ല. അവർ ചോദിക്കുക, ഒരു ഗർഭിണിയുടെ വയറ് കുത്തിപ്പൊളിച്ചു. ഒരു ഗർഭിണി 60 ആൾക്കാരെ കൊന്ന കഥ അവർ നമ്മളോട് പറയില്ല. അപ്പോൾ അതിൽ നമ്മൾ വായിക്കേണ്ടത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞത് മുൻ ഖത്തർ പ്രധാനമന്ത്രി ബിൻ ജാസിം. ഇതൊക്കെ ഉള്ള കാര്യമാട്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. അദ്ദേഹം കുവൈറ്റിലൊരു പത്രത്തിനോട് പറഞ്ഞ വാർത്തയാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കേരളമാണ്. അപ്പോൾ കേരളത്തിന് ഇതിൽ പല രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ഫണ്ടിങ് കൊടുക്കുന്നത് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സാണ് കൊടുക്കുന്നത്. ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ഖത്തർ മാത്രം കൊടുക്കുന്നുണ്ട്. ബാക്കി രാജ്യങ്ങൾ അതിൻ്റേതായി ഇപ്പം പല രാജ്യങ്ങളും അറബ് രാജ്യങ്ങൾ അത് നിർത്തി. ഇപ്പോൾ ഏകദേശം 78,000 കോടി രൂപയായി. $1 ട്രില്യൺ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ മതപഠനത്തിന് വേണ്ടി, മനുഷ്യർക്ക് തിന്നാനോ ഇതിനൊന്നല്ല, ഇതിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഖത്തർ ചിലവാക്കുന്നത്. അപ്പോൾ ഈ ബിൻ ജാസിം പറഞ്ഞ പണം മുഴുവൻ ഒഴുകിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണ് ഒഴുകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 60 ഹൈന്ദവ സഹോദരങ്ങൾ, ഒന്നുമില്ലാത്ത പണമില്ലാത്തതോ അതല്ലെങ്കിൽ അവർക്ക് സ്വാധീനമില്ലാത്ത ഹൈന്ദവ സഹോദരങ്ങൾ മരിക്കണേക്കാളും കൂടുതലായിട്ട് ഒരു ഗർഭിണിയുടെ വയർ കുത്തിപ്പൊളിച്ച കഥ അവർ നമ്മളോട് ഭയങ്കര ഫീലിങ്സ് ഇട്ട് ആക്ടേഴ്സിനെ പോലെ പറയാനുള്ള കാരണം നമ്മുടെ മാധ്യമങ്ങൾ. എനിക്ക് ആരും ഒന്നും തരാത്തതുകൊണ്ട് ഞാനൊരു അപ്പുറത്തെ കഥയും ഇപ്പുറത്തെ കഥയും ഞാൻ പറയുന്നത് ഞാൻ അത് വാങ്ങാൻ പോകാറില്ല. അതിനോട് ഞാൻ തരാത്തത് കൊണ്ട് പറഞ്ഞത് സമീപിച്ചവരുണ്ട് കേട്ടോ. അത് ഞാൻ പറയുന്നത് ഇപ്പം അടുത്ത് പല മലർനാടൻ വ്യാജന്മാരുടെയും ഭാഷ 5 കൊല്ലം മുമ്പ് അവർ പറഞ്ഞ ഭാഷയും ഇപ്പം അവർ പറയുന്ന ഭാഷയും കൂടി വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിലെന്തോ വ്യത്യാസം ഉണ്ടല്ലോ. അവരിപ്പോൾ ഏകദേശം മതേതരത്വത്തിലേക്കും അങ്ങോട്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കൂട്ടി വായിക്കണം, അത് അവിടെ ഇരിക്കട്ടെ. വീണ്ടും ഞാൻ ആ ഒരു നരേന്ദ്രമോദിയുള്ള ബഹുമാനം, അതായത് ഇവർ ഈ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം പ്രത്യേകമായിട്ട്, അതല്ലെങ്കിൽ ആ സ്വാധീന വലയത്തിൽപ്പെടുന്ന 7 GCC രാജ്യങ്ങൾ ഭയങ്കരമായിട്ട് അവർ ഈ ജനാധിപത്യ രാജ്യങ്ങളെ സ്വാധീനിക്കും. എന്നാൽ അവരുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടോ? ഇല്ല. അതിനൊരു ഉദാഹരണം, ട്രംപ് പോലും വീഴും. 80 വയസ്സായി, അതായത് പണത്തിനോടുള്ള മനുഷ്യൻ്റെ ആർത്തി ഒരിക്കലും തീരില്ല. ഒരു അമേരിക്കൻ പ്രസിഡന്റിന് $400 മില്യൺ ഒരു ഫ്ലൈറ്റ് വാങ്ങണമെങ്കിൽ അയാൾക്ക് ഉത്തരവിടാം, 400 മില്യൺ ഫ്ലൈറ്റ് ഫ്രീ ആയിട്ട് ഖത്തർ ഷെയ്ഖ് തമീം വെറുതെ എടുത്തോ. അത് അമേരിക്കൻ ജനത, ലോകത്തിലെ ഏറ്റവും ഇതുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും സമ്പന്നമായ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് അത് 400 മില്യൺ ഒന്നുമല്ല, ചില്ലിക്കാശി കപ്പലണ്ടി വാങ്ങുന്ന പൈസ ഉള്ളൂ അമേരിക്കൻ. അത് ഇദ്ദേഹം എടുത്തേക്കണത് ഈ ഒരു ഇത് കഴിയുമ്പോൾ ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡൻസ് ലൈബ്രറിയിലേക്ക് കൊടുത്തതാണെന്നും പറഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് സ്വന്താക്കാനാ. ഇയാൾക്ക് 80-ആം വയസ്സിൽ കഴിഞ്ഞിട്ട് എന്നാണ് ഈ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുക എന്നുള്ളത് പോലും നമുക്കറിയാം. അദ്ദേഹത്തിന് എയർഫോഴ്സ് 1 എന്ന് പറഞ്ഞാൽ വേറെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു പ്ലെയിൻ ഉണ്ട്. അപ്പം ട്രംപിനെ പോലും അവർ വിലയിട്ടെടുക്കും. അതിൽ പിന്നെ ട്രംപ് ഇറാൻ ഒരു ബോംബിട്ടപ്പോഴേക്കും എന്തിനാണ് ഖത്തറിനെ അടിക്കുന്നത്? ഖത്തറിനെ അദ്ദേഹം വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഖത്തർ ആണ് ഈ വക പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, എല്ലാ തീവ്രവാദത്തിനും പ്രശ്നം ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അധികാരത്തിൽ വന്നൊരു പ്ലെയിൻ കിട്ടി, പിന്നെ വേറെ അതിൻ്റെ പിന്നെ കൂടെ എന്തൊക്കെ കിട്ടി എന്നുള്ളത് അറിയില്ല. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഭാഷ മുഴുവനും മാറി.
ശ്രീമാൻ ട്രംപ് പിന്നെ ഖത്തർ തമീം എൻ്റെ ഫ്രണ്ടാണ്, അവിടെ മൈ ഫ്രണ്ടാക്കി. പക്ഷേ ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന വ്യക്തി, അദ്ദേഹത്തിന് അതിൻ്റെതായ കുറവുകളും ഇതുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അദ്ദേഹം ഒരു പ്ലെയിനും വാങ്ങാൻ പോവില്ല. ഇതൊക്കെയാണ് നമ്മൾ മോഡിയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ട്രംപും മോഡിയും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം നിലകൊണ്ട അതേ നിലപാടിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു വരുന്ന കഥ, ഇപ്പം ഇറങ്ങിയിരിക്കുന്ന പാറ്റകൾ, അത് ഈ ഒരു മോഡി തരംഗത്തിൻ്റെ മേലെ ഒരു വലിയൊരു നിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഒരു അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ പയ്യൻ വന്നിരിക്കുന്നു. പട്ടായക്കാരൻ പിന്നാലെ വന്നു. പട്ടായക്കാരനാരും നോക്കണില്ല. പക്ഷേ ഈ മോഡിയുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് പട്ടായക്കാരനാണ്. പട്ടായക്കാരൻ പപ്പുവാണ്. പട്ടായക്കാരൻ പപ്പു അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോഡിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഭരണത്തിലൊന്നും, കാരണം അടുത്ത ലോക്സഭ ഇലക്ഷൻ 2029 വരുന്ന സമയത്ത് പട്ടായക്കാരൻ പപ്പു എങ്ങനെ പോയാലും ഒരു 50 സീറ്റോ 60 സീറ്റോ പിടിക്കും. പിന്നെ ബാക്കിയുള്ളത് ഭിന്നിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ ഇവരുടെ ആ സ്വപ്നങ്ങളൊന്നും നടക്കില്ല. കേരളത്തിൽ നിന്നും പോയിരുന്നു കമ്മികൾ കുറേ ബേബി ഉരുട്ട് ബേബിയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഉരുട്ട് ബേബിയും ബ്രിട്ടാസും ഡബിൾ റഹീമും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അറിയില്ല. വെറുതെ ആ അവസാന കാലഘട്ടം തീരാറായി 10, 50, 60, 70 വയസ്സുകൾ 80 വയസ്സുകളിൽ കേരളത്തിൻ്റെ കമ്മ്യൂണിസം ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി അവരവിടെ ഉണ്ടായിരുന്നു. ആവുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ അധികാരം പട്ടായ പപ്പോടെ ഉള്ളിടത്തോളം കാലം ശ്രീമാൻ മോഡിക്കോ ഇനി വരുന്നവർക്കോ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയിപ്പോൾ വേണ്ടി വന്നാൽ അവർക്ക് അരവിന്ദ് കേജ്രിവാൾ ഇപ്പുറത്തേക്ക് BJPക്ക് വേണമെങ്കിൽ ചാടാം, മമതാ ബാനർജി വരെ വേണമെങ്കിൽ നമ്മുടെ ജോസഫ് വിജയ് വരെ BJPനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അധികാരത്തിനടുത്ത 10-20 വർഷത്തേക്ക് ഞാനൊരു കോട്ടം കാണുന്നില്ല. അത്ര വലിയ അട്ടിമറി. പട്ടായക്കാരൻ പപ്പു വല്ലപ്പോഴും പട്ടായ എന്ന് വരുന്നു, അദ്ദേഹം കെടുക്കുന്നു, പോകുന്നു. പക്ഷേ ഈ പാറ്റകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നീക്കം ഒരു പക്ഷേ ശ്രീമാൻ മോഡി അത് വളരെ തന്ത്രപരമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രധാൻ രാജിവെച്ചു എന്നുള്ളതല്ലാതെ അതിനൊരു കോട്ടം ആ മോഡി ഇതിന്, അതായത് 77 വയസ്സായിട്ടുണ്ട്. 77 വയസ്സ് മോഡിക്കായിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ ഭരണം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 80-81 വയസ്സിലാണ് ട്രംപ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത 2029 ഇലക്ഷനും കൂടിയും എങ്ങനെ പോയാലും മോഡിക്ക് നേരിടാൻ പറ്റും. തന്നെയല്ല വടക്കേന്ത്യയിലൊന്നും ഈ പറയുന്ന MA ബേബിയുടെയോ അല്ലെങ്കിൽ കേരളത്തിലെ കമ്മികളുടെയോ അതല്ലെങ്കിൽ അഭിജിത്ത് ദീപ്കയുടെയോ പട്ടായക്കാരൻ പപ്പുവിൻ്റെ ഒന്നും കളി അവിടെ നടക്കാൻ പോകണില്ല. ഇവർ എത്ര ആൾക്കാരെ കൂട്ടിക്കുക. പട്ടായക്കാരൻ പപ്പു 50 കൊണ്ടെന്നാൽ മമതയും അരവിന്ദ് കേജ്രിവാൾ എല്ലാവരും കൂട്ടി എവിടെ നിന്നിട്ട് കൊണ്ടുവരാനാണ് ഈ പറഞ്ഞ 275 സീറ്റ് കൊണ്ടുവരണ്ടേ? ഇത് എവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമിച്ച് ആര് താല്പര്യത്തിരിക്കും? പട്ടായക്കാരൻ പപ്പുവിനെ അവിടെ ഇരുത്താനായിട്ട് ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ മോഡിയുടെ ഈ നയം നമ്മൾ ഇനിയിപ്പോൾ BJPയുടെ നയങ്ങളിൽ മാറ്റം വരുത്തുക. കാരണം ബാഹ്യശക്തികളും ആഭ്യന്തര ശക്തികൾ ഇതുപോലെയുള്ള പാറ്റകളും ഈച്ചകളും ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ ഇതുപോലെ സംഘടിച്ച് വരാതെ ഇപ്പം ചിന്ന ഭിന്നം പോയി, തണുത്തു പോയി. ഇന്ത്യൻ ജനത അതുപോലെ അണ്ണാ ഹസാരെയും അരവിന്ദ് കേജ്രിവാളും മുമ്പ് കബീർ ബേദിയൊക്കെ ഭരിച്ചിരുന്ന വന്നിരുന്ന കാലത്താണ് ഒരു ഏകദേശം 40 ലക്ഷത്തോളം ആൾക്കാർ തടിച്ചുകൂടി ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് വന്നത്. അന്ന് മൻമോഹൻ സിംഗും പട്ടായക്കാരൻ പപ്പൊക്കെ ഉണ്ടായിരുന്നു അധികാരത്തിൽ, മദാമിയും അധികാരത്തിൽ നടന്ന സമയത്ത്. പക്ഷെ അതും തണുത്തുപോയി. കാരണം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സമരം കൊണ്ടുപോകാനായിട്ടുള്ള ശക്തി ഇന്ത്യൻ ജനതയ്ക്കില്ല. തന്നെയല്ല പട്ടായക്കാരൻ പപ്പുവിനെ അല്ലാതെ വേറൊരു പ്രതിപക്ഷത്തു നിന്നൊരു നേതാവിനെ അവിടെ കാണിക്കാനായിട്ട് ചിന്ന ഭിന്നമാക്കി കളയും. അപ്പോൾ പട്ടായക്കാരൻ പപ്പുവിന് ഇപ്പോൾ 5 പ്രാവശ്യം കിട്ടി. അതായത് 10-25 കൊല്ലം ആയിട്ട് മോഡിയുടെ അധികാരത്തിൽ ഇരുത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് പട്ടായക്കാരൻ പപ്പുവാണ്. അപ്പോൾ ഈ പട്ടായക്കാരൻ പപ്പു അവിടെ ഉള്ളിടത്തോളം കാലം ഇതിന് പ്രതിപക്ഷത്ത് ചിഹ്നിച്ച് കളയാം. വേറെ ആരെ? വിജയ് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ, മമതാ ബാനർജി ബംഗാളിൽ മാത്രമേ ഉള്ളൂ, അരവിന്ദ് കേജ്രിവാൾ പഞ്ചാബിലും ഹരിയാനയിലും അവിടെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ്. ആരാണ്? കോൺഗ്രസ് എന്ന പാർട്ടി വേണം. കോൺഗ്രസ് എന്ന പാർട്ടി ആരാ? പട്ടായക്കാരൻ പപ്പുവാണ്. പട്ടായക്കാരൻ പപ്പു ഇരിക്കുന്നിടത്തോളം കാലം കോട്ടയില്ല. പക്ഷെ പാറ്റകൾ മോഡിക്ക് ഒരു താക്കീത് നൽകിയിരിക്കുകയാണ്. കാരണം ഒരു 2-3 കൊല്ലത്തിൽ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ആണ് ഇനി ഇതിനെ നേരിടാൻ പോകുന്നത്. ഭരണത്തിൽ നിന്ന് അട്ടിമറിക്കാനായിട്ടുള്ള, ഇന്ത്യൻ ഭരണത്തിൽ നിന്ന് അട്ടിമറിക്കാനായിട്ടൊന്നും ഈ പറഞ്ഞിട്ട് ഈ പാറ്റകൾക്കോ ഈച്ചകൾക്കോ പട്ടായക്കാരൻ പപ്പുവിനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് മോഡിക്ക്. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്.